എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. ഈ ഒരു ഹൽവ നമ്മൾ ചെയ്യുന്നത് റവ വെച്ചിട്ടാണ്. സാധാരണ നമ്മളൊരു ഹൽവ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഹൽവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ റവയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. ഇനി ഈ റവയിലേക്ക് നമ്മൾ റവ അളന്നെടുത്ത ഈ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. റവ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഏകദേശം നമ്മളൊരു 1-2 മണിക്കൂറെങ്കിലും ഈ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. എങ്കിലും നമുക്ക് റവ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ട് റവയുടെ ഒരു പാല് നന്നായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല പോലെ തന്നെ നമുക്ക് റവയൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞെരടിയിട്ടെടുക്കുക. റവയ്ക്കകത്തുനിന്ന് ആ ഒരു പാല് നന്നായിട്ട് തന്നെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടിയിട്ടെടുക്കാം. നല്ല പോലെ തന്നെ ഞെരടി ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ 1-ാം പാൽ എടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഒരു പാലെടുക്കാം. കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടിയതിന് ശേഷം ഇത് വീണ്ടും നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, റവയുടെ ഒരു പാല് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എത്ര കപ്പ് പാലുണ്ടെന്ന് അളന്ന് കാണിച്ചു തരാം. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 3 കപ്പ് റവയുടെ ഒരു പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു തെളിനീര് വന്നിട്ട് തെളിനീര് ഊറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അരമണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ ആ ഒരു വെള്ളം മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഊറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഈ മുകളിൽ തെളിഞ്ഞിടുന്ന ഒരു വെള്ളം നമുക്ക് കളഞ്ഞേക്കാം. ഒരു പാല് മാത്രം നമുക്ക് മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒട്ടും തന്നെ കട്ടകൾ വരാതെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ഒരു 3 അച്ച് ശർക്കര ഇതുപോലെ നമുക്കൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 അച്ച് ശർക്കര ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ശർക്കര ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറി വന്നതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കുന്നത്. ഇനി ഈ ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു റവയുടെ ഒരു പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ഈ ഒരു റവയുടെ പാല് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. പാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കായും പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക.
എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരുന്ന ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ശർക്കര പാനിയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ട് ഇതിലൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതിൻ്റെ ഒരു ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 40-45 മിനിറ്റോളമാണ്. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു ഫ്ലെയിമിൻ്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് ടൈമിൽ മാറ്റം വരാവുന്നതാണ്. ഹൽവ ആയതുകൊണ്ട് ഇതിന് അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഏലക്കാപ്പൊടിയുടെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും നമുക്കിതുപോലെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരിവായി വരുമ്പോഴത്തേക്ക് ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ്ക്ക് പകരമായിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം തന്നെ നമുക്ക് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് വേണ്ടത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് വേണം നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഓരോ പ്രാവശ്യമായിട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ 2 തവണയായിട്ട് ചേർത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നെയ്യോ വെളിച്ചെണ്ണയോ നമ്മൾ ചേർത്ത് ഇതുപോലെ ഇളക്കുമ്പോഴാണ് നല്ലപോലെ തന്നെ പാനിൽ നിന്ന് വിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വരട്ടിയെടുക്കാൻ പറ്റുന്നത്. ഏകദേശം ഒരു 40-45 മിനിറ്റോളം നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഇതൊരു ലൈറ്റ് കളറല്ലായിരുന്നോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു കറുത്ത കളറായിട്ട് പാനിൽ നിന്ന് നല്ലപോലെ തന്നെ വിട്ട് വരുന്ന ഈ ഒരു പരുവായിട്ട് നമുക്ക് എടുക്കണം. പാനിൽ നിന്ന് നല്ലപോലെ തന്നെ വിട്ട് പാനിൻ്റെ അടിവശം ഇതുപോലെ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിലേക്ക് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബദാമോ പിസ്തയോ കാഷ്നട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിലക്കടല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിലും അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഹൽവ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് ടൈപ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിനാണോ വേണ്ടത് ഏത് പാത്രമായാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ തൂത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് സെറ്റായി വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കാണാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പംകിൻ സീഡ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഈ ഒരു ഹൽവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നെയ്യ് ഒരു സ്പൂണിലോ സ്പാച്ചിലയിലോ ഒന്ന് തൂത്തിയിട്ട് നന്നായിട്ട് അതിൻ്റെ മുകൾ വശം നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ തന്നെ ചൂടാറി നന്നായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്കും ഹൽവ നമുക്ക് സെറ്റായി കിട്ടും. നമ്മളിത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അപ്പോൾ ഹൽവ ഞാനൊരു ഓവർനൈറ്റ് വെച്ചിരുന്നു. വെളിയിൽ തന്നെയാണ് കേട്ടോ വെച്ചിരുന്നത്, ഫ്രിഡ്ജിലൊന്നും അല്ല. അപ്പോൾ നല്ലപോലെ തന്നെ ഹൽവ നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളുത്ത വെള്ളം ഉണ്ടെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ. ഇത് മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹൽവയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.